ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു രേഷ്മാസ് ടേസ്റ്റ് ആൻഡ് ടേൽസ്. മാമ്പഴക്കാളൻ അല്ലെങ്കിൽ മാമ്പഴ പുളിശ്ശേരി ഇത് ത്രൂ ഔട്ട് ദ ഇയർ കഴിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഈ വീഡിയോ മൊത്തം സ്കിപ്പ് ചെയ്യാതെ നോക്കുക. ഞാൻ കുറച്ച് കുട്ടി കുട്ടി ടിപ്സ് ഞാൻ ഇതിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ മാങ്ങേനെ സേവ് ചെയ്ത് വയ്ക്കാവുന്നതും പിന്നെ അതുപോലെ എങ്ങനെ പെട്ടെന്ന് കറി ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. സോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. ഞങ്ങളുടെ വീട്ടിലിപ്പോൾ ഏതാ അവൈലബിലിറ്റി ഉള്ളത് മാങ്ങ അത് വച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കാം. സോ മാംഗോ സീസൺ അല്ലേ, ഇപ്പോൾ നാട്ടിലെല്ലാവരുടെ വീട്ടിലും മാവുണ്ടാവും, മാങ്ങ കഴിച്ച് മടുത്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർ ഈ ഒരു റെസിപ്പി മസ്റ്റായിട്ടും ട്രൈ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ചപ്പി കുടിക്കണ മാങ്ങ അല്ലെങ്കിൽ ചക്കര കുട്ടി എന്ന് പറഞ്ഞിട്ട് പല ടൈപ്പ് മാങ്ങകൾ നമുക്ക് കിട്ടും. നമ്മുടെ അടുത്ത് ഇപ്പോൾ ഏതാ ഉള്ളത് അത് വെച്ചിട്ട് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. സോ ഞാനിവിടെ റസ്പുരി എന്ന് പറഞ്ഞിട്ടൊരു മാങ്ങയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം തൊലിയൊക്കെ കളഞ്ഞ് നല്ലോണം ചെറുതായിട്ട് നുറുക്കി ഒരു പാത്രത്തിൽ ഇതിനെ വേവിക്കാൻ വെക്കണം. അതിൻ്റെ കൂടെ തന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ശർക്കരയും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം മാങ്ങനെ വേവിക്കുക. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ സീഡും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ലോണം തണുത്തതിന് ശേഷം നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നർ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ ഇതിൽ ട്രാൻസ്ഫർ ചെയ്തിട്ട് നമുക്കിത് റെഫ്രിജറേറ്റ് ചെയ്യാം. ഫ്രീസറിലാണ് ഇത് വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഒരു കൊല്ലത്തോളം നമുക്കിത് ഒരു കേടുകൂടാതെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. പെട്ടെന്ന് ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഒറ്റ കറി ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇത് എടുത്തിട്ട് വേഗം ഇനിയൊരു കറിയും കൂടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സോ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു കറിയാണ്. ഇപ്പോൾ ഇതെങ്ങനെ നമുക്ക് കറി ഉണ്ടാക്കണ്ടേന്ന് നോക്കാം. ഞാനിവിടെ വെള്ളരിക്കയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുമ്പളങ്ങ വേണമെങ്കിലും അതും യൂസ് ചെയ്യാം. കുമ്പളങ്ങനെ നമുക്ക് നല്ലോണം ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് നല്ലോണം അതിനെ വേവിക്കണം. അതിനുശേഷം നമ്മളൊരു അരപ്പുണ്ടാക്കുന്നുണ്ട്. അതാണ് ജീരകം, പച്ചമുളക്, തേങ്ങ, കരിവേപ്പില ഇതെല്ലാം ഇട്ടിട്ട് നല്ലോണം ഫൈനായിട്ട് പേസ്റ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ പച്ചമുളക് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ മാങ്ങ വരട്ടുമ്പോഴും മുളക് പൊടി ഇട്ടിട്ടുണ്ട്, വെള്ളരിക്കയിലും നമ്മൾ എരിവിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് വേണം നിങ്ങൾക്ക് പച്ചമുളക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഈ ഫൈൻ പേസ്റ്റ് നമുക്ക് ഈ മിക്സ്ചറിലോട്ട് ആഡ് ചെയ്യാം. നമ്മളപ്പോൾ ഈ മാങ്ങ വരട്ടി വെച്ചതും കൂടിയും കുമ്പളങ്ങിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തേങ്ങയുടെ മിക്സ്ചറും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അധികം പുളി വേണ്ട, എന്നാൽ കുറച്ച് പുളി ആവശ്യമാണ്. അങ്ങനത്തെ തൈര് നമുക്കിതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം തിളക്കരുത്, പിരിഞ്ഞു പോവും. ഒരു ചെറിയ ഒരു തള വരുമ്പോഴത്തേക്കും നമുക്കതിനെ മാറ്റി വയ്ക്കാം. അതിനുശേഷം കടുക്, നല്ല വെളിച്ചെണ്ണയിലാണ് കേട്ടോ, കടുക്, പിന്നെ നമ്മുടെ ഉലുവ, കൊല്ലമുളകും കരിവേപ്പിലയും കൂടി നമുക്ക് താളിച്ചിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഭയങ്കര ടേസ്റ്റിയാണ്. കുട്ടികൾക്ക് പേഴ്സണലി എൻ്റെ ഫേവറേറ്റ് ആണ്. എൻ്റെ വീട്ടിലെ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണിത്. കാരണം കുറച്ച് മധുരമൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് സേവ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടൊരു ബെസ്റ്റ് ടൈമാണ് ഇത്. എല്ലാവരുടെ വീട്ടിലും മാങ്ങ കാണുമല്ലോ അല്ലേ. അപ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.